അപ്പോൾ നമുക്ക് ആദ്യം നോക്കാവുന്നത് ഓസ്മോസിസ് ആണ്. എന്തോന്നാണ്? ഓസ്മോസിസ്. ഓക്കെ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡിഫ്യൂഷൻ. എന്താണ്? ഡിഫ്യൂഷൻ. പിന്നെ നോക്കാനുള്ളത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. പിന്നെ എന്താ നോക്കാനുള്ളത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇങ്ങനെ 4 എണ്ണമാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് നോക്കാനുള്ളത്. ആദ്യം നമുക്ക് ഓസ്മോസിസ് നോക്കാം. എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസ് എപ്പോഴും നടക്കുന്നത് വാട്ടർ മോളിക്യൂളിലാണ് നടക്കുന്നത്. വാട്ടർ മോളിക്യൂൾസ് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന്, ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ലോ കോൺസെൻട്രേഷനിലേക്ക് വരും ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. എന്ത് അവിടെ കാണും? സെമി പെർമിയബിൾ മെംബ്രെയിൻ കാണും. സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ വരും ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ. ഇതിന് എനർജി വേണ്ട. ഇതിന് എന്ത് വേണ്ടടാ? എനർജി വേണ്ട. അടുത്തതാണ് ഡിഫ്യൂഷൻ. അടുത്ത എന്തോന്നാണ്? ഡിഫ്യൂഷൻ. അപ്പം എന്താണ് ഡിഫ്യൂഷൻ എന്ന് നോക്കാം. ഇപ്പോൾ ഡിഫ്യൂഷനിൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ടു ലോ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം വരുന്നത്, ഇവിടെ ഗ്യാഷ്യസ് മോളിക്യൂൾസ് ലൈക്ക് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതിൻ്റെയൊക്കെ ഫ്ലോ ആണ് എങ്ങനെ? ഡിഫ്യൂഷനിൽ നടക്കുന്നത്. വാട്ടറിൻ്റെ ഫ്ലോ എപ്പോഴും ഓസ്മോസിസിലൂടെ ആയിരിക്കും. ഡിഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസ് മോളിക്യൂൾസ് എന്താണ്? ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ വരും. അവിടെയും എന്ത് വേണ്ട? എനർജിയുടെ ആവശ്യം ഇല്ല. ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷനിലെ മോളിക്യൂൾസ് വരുന്നതാണ്. പക്ഷെ അവയെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ചില പ്രോട്ടീൻസ് ഉണ്ട്. ആരുണ്ട്? ചില പ്രോട്ടീൻസ് തന്നെ അതിൽ 2 ടൈപ്പാണ്. ചാനൽ പ്രോട്ടീൻസും അതുപോലെ എന്താണ്? ചാനൽ പ്രോട്ടീനും കാണും. അതുപോലെ എന്താണ് ചാനൽ പ്രോട്ടീൻ്റെ മലയാളം എന്താണ്? ചാനൽ പ്രോട്ടീൻ തന്നെയാണ്. പിന്നെ കാണുന്നത് കെരിയർ പ്രോട്ടീൻ. എന്താണ്? കെരിയർ പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻസ് 2 എണ്ണം ഉണ്ട്. ചാനൽ പ്രോട്ടീൻ ആൻഡ് കെരിയർ പ്രോട്ടീൻ. ഓക്കെ. ചാനൽ പ്രോട്ടീൻസും കെരിയർ പ്രോട്ടീൻസും. അപ്പോൾ മോളിക്യൂൾസിൻ്റെ ഫ്ലോ എങ്ങോട്ടാണ്? ഹൈ ടു ലോ കോൺസെൻട്രേഷൻ തന്നെയാണ് കേട്ടോ. എനർജിയുടെ ആവശ്യം ഇല്ല. പിന്നെ ഗ്ലൂക്കോസ്, അയോൺസ്, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അതുപോലെ അയോൺസ്, ഇവയാണ് എന്ത് ചെയ്യുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഗ്ലൂക്കോസും അയോൺ മോളിക്യൂൾസും ആണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ കാണിക്കുന്നതിന് എക്സാമ്പിൾസ്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച്, ഇത്രയും ഈ 3ഉം ഹൈ ടു ലോ ആയിരുന്നല്ലേ. ഇവിടെ എന്താണ്? ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷൻ, ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലോട്ട് പോകും. ഏതാണ്? സോൾട്ട്, ലവണങ്ങളാണ്. എന്താണ്? സോൾട്ടാണ്. ലോ ടു ഹൈ ആയതുകൊണ്ട് തന്നെ, കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ എനർജി ആവശ്യം ഉണ്ട്. എനർജി എന്താണ്ട് ആവശ്യമുണ്ട്. പിന്നെന്താ? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ പ്രത്യേകത, ഇതിലും പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പ് വേണം. എന്തിൻ്റെ ഹെൽപ്പ് വേണം? പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പ് വേണം. കണ്ടോ? അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, എന്താണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ. ഓസ്മോസിസിൻ്റെ ഫിഗർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ? ഇതാണ് ഓസ്മോസിസിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. വാട്ടർ മോളിക്യൂൾസ് കണ്ടോ? ഇത് കണ്ടോ? ഓക്സിജൻ ആകുമ്പോഴത്തേക്ക് എന്താ? അത് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം ഇത് ഡിഫ്യൂഷൻ ആണേ. പിന്നെ ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഇത് കണ്ടോ? എന്താ? ഗ്ലൂക്കോസും അയോൺസും. അപ്പോൾ ഇത് നമുക്ക് ഉറപ്പിക്കാം. അതാ കെരിയർ പ്രോട്ടീനും ചാനൽ പ്രോട്ടീനും ഉണ്ട്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ഇത് കണ്ടോ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സോൾട്ട്. കണ്ടോ? ഇതെന്തോന്നാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്.
നമ്മൾ ഒരു ഉണക്കമുന്തിരി റൈസിൻസ് എടുത്ത് എന്ത് ചെയ്യണം, വെള്ളത്തിലിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ റൈസിൻസ് വീർത്ത് വരും അല്ലേ, കാരണം അവിടെ ഓസ്മോസിസ് നടക്കുന്നത് കൊണ്ടാണ്. ഓസ്മോസിസ് അവിടെ സെമി പെർമിയബിൾ മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യുന്ന എന്താണ്, ആ റൈസിൻസിൻ്റെ തൊലിയാണ്. ഇനി നമുക്ക് നോക്കാവുന്നത് ഇത് കണ്ടോ, വാട്ടർ മോളിക്യൂൾസ് സോൾട്ട് മോളിക്യൂൾസും തന്നിട്ടുണ്ട്. വാട്ടർ മോളിക്യൂൾസ് 1 മണിക്കൂർ കഴിഞ്ഞ് ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താണ്, വാട്ടർ മോളിക്യൂൾസ് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് കണ്ടോ പോയത് കണ്ടോ, ഇതെന്താണ്, ഓസ്മോസിസ് ആണ്. ഓക്കെ, സെമി പെർമിയബിൾ മെംബ്രെയിൻ കണ്ടോ വെച്ചിട്ടുള്ളത്. ഇനി അതുപോലെ ഇത് ഞാൻ പറഞ്ഞതുപോലെ കണ്ടോ, ഓക്സിജൻ ആകുമ്പോഴത്തേക്ക് എന്താ, ഡിഫ്യൂഷൻ ആണ് അല്ലേ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ ചന്ദനത്തിരി കത്തിച്ച് വെക്കുമ്പോൾ ഉള്ള എക്സാമ്പിളൊക്കെ തന്ന് ചോദിക്കാം, ഡിഫ്യൂഷൻ. പിന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത, പ്രോട്ടീൻസ് കാണും, ഗ്ലൂക്കോസിലും അയോൺസിലൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ സോൾട്ട് തന്നു കഴിഞ്ഞാൽ ഈ ഫിഗർ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ ആണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലും കരിയർ പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പ് വേണം എന്നാണ്. പിന്നെ എനർജി എന്താണ്, എനർജി വേണോ വേണ്ടേ, എനർജി വേണം, അല്ലെങ്കിൽ എനർജി യൂസ് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് കണ്ടോ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് പോകുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ലോ ടു ഹയർ കോൺസെൻട്രേഷനിലോട്ട് പോകുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മാത്രമാണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മാത്രം. ഇത് വേറൊരു കുട്ടിയുടെ ടെക്സ്റ്റ് ഞാൻ വാങ്ങിയതാണ്, ഇത് എഴുതിയിട്ടുള്ളതുണ്ടോ ഡിഫ്യൂഷൻ, അത് തെറ്റാണ്. നമ്മൾ ലോവർ ടു ഹയർ ഒന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അതെന്താണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ ഓൺലി ഓസ്മോസിസ് ആണ് അല്ലേ, വാട്ടറിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഓസ്മോസിസ്. എനർജി വേണ്ടത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്, എനർജി വേണ്ടാത്തത് ഓസ്മോസിസ്. പിന്നെ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. കരിയർ പ്രോട്ടീൻസ് വേണ്ടാത്തത് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. കരിയർ പ്രോട്ടീൻസ് മാത്രം വേണ്ടത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയൊക്കെ തന്ന് എക്സാമിന് ചോദിക്കും. ഇത് നല്ലൊരു ടോപ്പിക്കാണ് കേട്ടോ, നല്ല എളുപ്പവുമാണ് പഠിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്കും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.